ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഹാർമോണിയസ് യൂണിയനിലേക്ക് എത്താനായിട്ട് പലപ്പോഴും ഒത്തിരി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ആദ്യം വർക്ക് ചെയ്യുന്ന ട്വിൻ സബ് കോൺഷ്യസ്ലി കുറേ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഹീലിംഗ് എന്ന് പറയുന്നത് അതിനൊത്തിരി പേഷ്യൻസ് വേണം, ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ അതായത് ഹീലിംഗ് എന്ന് പറയുന്നത് ഡി എഫിൻ്റെ എനർജിക്കും ഡി എമ്മിൻ്റെ എനർജിക്കും ഹീലിംഗ് നടക്കുന്നുണ്ട്. അതായത് ഷെയർഡ് ഫീൽഡിൽ ഹീലിംഗ് നടക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഫെമിനൈൻ എനർജി ഹീൽ ചെയ്യുമ്പോൾ എനർജറ്റിക്കലി അത് ഡി എമ്മിൻ്റെ എനർജറ്റിക് ഫീൽഡിലും റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ കുറേ കാര്യങ്ങൾ, അതായത് ഇന്നർ ചൈൽഡ് വൂൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് കൊടുക്കുന്ന കാര്യമൊക്കെയും ഇൻഡിവിജ്വലൈസേഷനാണ് ഇവിടെ. അതായത് ഇൻഡിവിജ്വലി ഓരോ ബോഡിയിലുള്ള സോള് ആണ് ഹീൽ ചെയ്യുന്നത്. അവിടെ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ഹീലിംഗ് യൂണിവേഴ്സായിട്ട് പ്രോസസ്സ് ചെയ്ത് നടത്താറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ രണ്ട് സൈഡിലുള്ള ഹീലിങ്സിനും കുറേയധികം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പോയിൻ്റ് വന്നിട്ട്, ഒരു ഡി എഫിൻ്റെ ജേർണിയിൽ അല്ലെങ്കിൽ ആദ്യം അവേക്കണാവുന്ന സ്പിരിച്വൽ ട്വിന്നിൻ്റെ ജേർണിയിൽ അവരുടെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ, ആ ഒരു സോളിൻ്റെ പർപ്പസിലെത്തുക ആദ്യത്തെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിവൈൻ യൂണിയനെ അല്ലെങ്കിൽ ആ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയനെ 5th ഡയമെൻഷൻ വരെ എനർജറ്റിക്കലി എത്തിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, സ്പിരിച്വൽ ട്വിൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ട്വിൻ ഒരിക്കലും ഈ യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അവർ എനർജറ്റിക്കലി ആ ഒരു യൂണിയൻ എനർജിയിലേക്ക് അലൈൻ ചെയ്യപ്പെടുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ ഇന്നർ മസ്കുലൈനെയും ഇന്നർ ഫെമിനൈനെയും അവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ഡിവൈനിലേക്ക് മേർജ് ആവുകയാണ്. അതായത് ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സോൾ ലെവലിലേക്ക് അവരുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഹീൽഡായ ഒരു ഫെമിനൈൻ എനർജീൻ്റെ അവെയർനെസ് എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ഡിവിനിറ്റി ഉള്ള അവെയർനെസ് ആയിരിക്കും. അതായത് പോസിറ്റിവിറ്റി എന്ന് പറയാം. അവരുടെ ഉള്ളിലെ ആ ഒരു ഡിവിനിറ്റീൻ്റെ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 5Dയിൽ അല്ലെങ്കിൽ 5th ഡയമെൻഷനിൽ സ്പിരിച്വൽ ട്വിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിയനെ 3Dയിലേക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ആങ്കർ ചെയ്യുക എന്നുള്ളതാണ് മസ്കുലൈൻ എനർജിയുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് മേ ബി വളരെ ലോവർ ഡയമെൻഷൻസിൽ നിന്നായിരിക്കാം. ഈ എനർജറ്റിക്കലി നമ്മൾ 5th ഡയമെൻഷനിൽ വന്നു. ഇതിനെ നമ്മളുടെ കൗണ്ടർ പാർട്ട് 3Dയിലേക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. അപ്പോഴാണ് ഒരു ഫിസിക്കൽ യൂണിയൻ അല്ലെങ്കിൽ ഹാർമോണിയസ് യൂണിയൻ അതായത് സോൾ എഗ്രിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഫെമിനൈൻ എനർജി 5Dയിൽ എത്തിച്ചിരിക്കുന്ന ആ ഒരു എനർജീനെ 3Dയിലേക്ക് ആങ്കർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 3Dയിലേക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മസ്കുലൈൻ എനർജിക്ക് പിന്നെയും അവരുടെ ഉള്ളിലെ ഫിയേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വരും. എഗെയിൻ ഇവിടെ ഒരു ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ഒരു ടീം വർക്ക് ആണെങ്കിൽ പോലും ആ ടീമിൽ ഉള്ള വർക്കിന് എഗെയിൻ ഇവിടെ ഒരു 5th ഡയമെൻഷൻ അല്ലാതെ സ്പിരിച്വൽ ട്വിൻ 3rd ഡയമെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഫിസിക്കൽ യൂണിയൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് 3rd ഡയമെൻഷനിൽ ട്വിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അറിഞ്ഞോ അറിയാതെ എനർജി നമ്മൾ ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, എല്ലായ്പ്പോഴും ഒരു സ്പിരിച്വൽ ട്വിന്നിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജറ്റിക്കലി വർക്ക് ചെയ്യുന്ന ട്വിന്നിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു യൂണിയൻ എനർജീനെ ഹയർ റെലാംസിൽ എത്തിക്കുക, അവരുടെ ഒരു ലൈറ്റിനെ അത്രയ്ക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ്, അതായത് അതർ സൈഡ് ഓഫ് ദ കോയിൻ അല്ലെങ്കിൽ ഡി എമ്മിൻ്റെ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഈ ഒരു എനർജിയിലേക്ക് അലൈൻഡ് ആയിക്കോളും.
ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ജേർണീനെ മൈൻഡും കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ ജേർണി മനസ്സിലാവത്തില്ല. അതായത് ഒത്തിരി കൺഫ്യൂഷൻ തോന്നും അവിടെ. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് 3D ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കൊരിക്കലും മനസ്സിലാവാത്ത സോൾ അലൈൻമെൻറ്റിൻ്റെ ജേർണിയാണ്. അപ്പോൾ മൈൻഡ് ടാർഗറ്റ് ചെയ്യുന്ന, മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ലൈൻസ് പലതും കാണും. അതായത് എൻ്റെ യൂണിയൻ, ഞാൻ ഇത്ര ടാസ്ക് കഴിയുമ്പോൾ എൻ്റെ യൂണിയൻ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരുടെയും യൂണിയൻ നടക്കുമ്പോൾ എൻ്റെയും യൂണിയൻ നടക്കുമായിരിക്കും. ഞാൻ ഇത്രയ്ക്കധികം ഹീലായി, എൻ്റെ യൂണിയൻ നടക്കുന്നില്ല. ഇതൊക്കെയും ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അത്രയും ഹീൽഡായിട്ടും ആ ഒരു ടൈം ലൈൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായി, ഈ പ്രായത്തിനകം യൂണിയൻ നടക്കണം, ഇതൊക്കെയും മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമാണ്. ഇത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ യൂണിയനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഏറ്റവും വലിയ ടാസ്ക് നമ്മളുടെ ഹാർട്ട് ചക്രയെ ക്ലെൻസ് ചെയ്യുക, ഹീൽ ചെയ്യുക, ബാലൻസ് ചെയ്ത് അതിനെ എപ്പോഴും ഓപ്പണായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, താഴത്തെ 3 ചക്രാസിൻ്റെയും മുകളിലത്തെ 3 ചക്രാസിൻ്റെയും ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഉള്ളിലെ, അതായത് ഇന്നർ ബാലൻസിങ് എന്ന് പറയാം, ഇന്നർ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീൻ്റെ മേർജിങ് നടക്കുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലാണ്. അപ്പോൾ ഈ ജേർണിയുടെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് എല്ലായ്പ്പോഴും, ഈവൻ യൂണിയൻ നടന്നാൽ പോലും നമ്മൾ ഈ ഒരു ഹാർട്ട് ചക്ര ക്ലെൻസിങ്ങും ഹീലിങ്ങും നടത്തിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബ്ലോക്കേജസിൻ്റെ ഒക്കെയും എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ ഹാർട്ട് ചക്രയിൽ കാണും. അതിപ്പം ട്രസ്റ്റ് ഇഷ്യൂസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഇഷ്യൂസ്, അത് അതർ ചക്രാസിൽ കിടക്കുന്ന ഓരോ ബ്ലോക്കേജസിൻ്റെയും റിഫ്ലക്ഷൻ ഹാർട്ട് ചക്രയിൽ വരും. അപ്പോൾ കൂടുതലായിട്ടും ഹാർട്ട് ചക്രയെ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹാർട്ട് ചക്രയെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹീൽ ചെയ്യുന്നത് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ്, ബീട്രയൽ ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഓപ്പൺ ആക്കാനും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഹാർട്ട് ചക്ര നമ്മളുടെ ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അബൻഡൻസിനെ, അതിപ്പം അബൻഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് ആയിരിക്കാം, നമ്മളുടെ ഹീൽഡ് എനർജി ആയിരിക്കാം, നമ്മളുടെ ഫിനാൻസ് ആയിരിക്കാം, 3Dയിൽ മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റുകളായിരിക്കാം, നമ്മളുടെ സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിരിക്കാം, നമ്മളുടെ ട്വിൻ ഫ്ലെയിം ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ഹാർമണിയിലുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഇതിനെയൊന്നും നമ്മൾക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹാർട്ട് ചക്ര ഓൾറെഡി നമ്മൾ ആ ഒരു പെയിനിലൂടെ ഗോ ത്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹീൽ ചെയ്യും. പക്ഷേ ഹാർട്ട് ചക്രയെ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ട്രസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻസെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി ഈ കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ കോൺഷ്യസ്ലി ബ്ലോക്ക് ചെയ്യാറില്ല, അൺകോൺഷ്യസ്ലി ഈ കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എല്ലായ്പ്പോഴും ഹാർട്ട് ചക്രേനെ ക്ലെൻസ് ചെയ്യുക, ഹീൽ ചെയ്യുക, ഓപ്പൺ ആയിട്ട് വെക്കുക. അതിൻ്റെ മീനിങ് ഓവർ ഗിവിങ് ആയിരിക്കണം എന്നല്ല. കാരണം എംപാത്സ് ആകുമ്പം എഗെയിൻ ഇമോഷണലി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഓവർ ഗിവിങ് എന്നുള്ള ഒരു എനർജിയിലേക്ക് പോകും. അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അതുകൊണ്ടാണ് ഫെമിനൈൻ എനർജി എല്ലായ്പ്പോഴും പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഹാർട്ട് ചക്ര ഓപ്പണായിട്ട് വെക്കുക. അത്രയും ഒരു ഡിവൈൻ എനർജീനെ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനുമുള്ള ഒരു എനർജിയിൽ, ആ ഒരു എനർജി ഫ്ലോയിൽ ഇരിക്കാനായിട്ട് ഈ ഹാർട്ട് ചക്ര ഹീലിംഗ് നമുക്കൊത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തതായിട്ട് ഒരു പോയിൻ്റ് പറയാനുള്ളത്, എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കുക ആൻഡ് പെർഫെക്ഷന് വേണ്ടി നോക്കാതിരിക്കുക. ഈ 2 പോയിൻറ്റ്സാണ് ഇവിടെ പറയാനുള്ളത്. കാരണം നമ്മളുടെ ഉള്ളിലെ മസ്കുലൈൻ എനർജി
ഓവർ ആക്റ്റീവ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യത്തെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. അതായത് മേ ബി നമ്മൾ എഴുതുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കും, അത് ഇങ്ങനെ ആയിരിക്കണം, ഇത്ര പെർഫെക്റ്റ് ആയിരിക്കണം, ഇത്ര വേർഡ്സിൽ ഇത്ര ഗ്യാപ്പ് കാണണം. ഈവൻ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെയും ആ പെർഫെക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലെ, അതായത് ഫെമിനൈൻ എനർജീൻ്റെ ഫ്ലോനെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫെമിനൈൻ എനർജി എപ്പോഴും ഒരു ഫ്ലോയിൽ, ആ ഒരു ക്രിയേറ്റീവ് സൈഡിലൂടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് സൈഡിൽ വരുമ്പോൾ പ്രോഗ്രസ് ആണ് നോക്കുന്നത്, പെർഫെക്ഷൻ അല്ല. അപ്പോൾ ഓരോ ഡേ ബൈ ഡേ നമ്മൾ ആ പ്രോഗ്രസ്സിലൂടെ ആ പെർഫെക്ഷനിലേക്ക് എപ്പോഴെങ്കിലും എത്തുമായിരിക്കും. പക്ഷേ എപ്പോഴാണ് നമ്മുടെ എനർജി പെർഫെക്ഷനിലേക്ക് പോകുന്നത്, ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്ക്ഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ആ പെർഫെക്ഷൻ എനർജീനെ ലെറ്റ് ഗോ ചെയ്യുക. അടുത്തായിട്ട് പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും ഫെമിനൈൻ എനർജിയുടെ ഒരു ടാസ്ക്കാണ് പലപ്പോഴും ഈ ജേർണി വളരെയധികം കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ഒന്ന് ബാലൻസ് ആകുമ്പോഴത്തേക്ക് അടുത്ത എന്തെങ്കിലും ട്രിഗർ അല്ലെങ്കിൽ ടെസ്റ്റ് വരും, പിന്നെ അത് ട്രിഗർ ആവാം, അതല്ലെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു ശേഷി അവരുടെ എനർജറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്, ബാലൻസ്ഡ് ആണെങ്കിൽ നടക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലൂടെ ഇരിക്കുമ്പം എഗെയിൻ നമ്മളുടെ ഉള്ളിലെ ഡിവൈൻ ഫെമിനൈൻ്റെ എനർജി ഫ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മളുടെ ഡിവൈൻ മസ്കുലൈൻ എനർജി ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒത്തിരി ഫ്യൂച്ചറിലേക്ക് പോയി ജീവിക്കേണ്ട ആവശ്യമില്ല, പാസ്റ്റിലേക്ക് പോയി ജീവിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഫിയർ ബേസ്ഡ് എനർജി വരും. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആങ്സൈറ്റി ഇഷ്യൂസ് പിന്നെയും റൂട്ട് ചക്രയിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എല്ലായ്പ്പോഴും ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹയർ എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ടിരുന്ന് നമ്മളുടെ പർപ്പസിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ആ പേർപ്പസിലിരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ലൈറ്റിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ലൈറ്റ് നമ്മൾ ഏത് ലൈറ്റാണോ, ലൈറ്റ് എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന ആ പർപ്പസിലൂടെയുള്ള ആ ഒരു ഡിവൈൻ്റെ ലൈറ്റ്, ആ ഒരു ഫെമിനൈൻ എനർജിയിലെ ലൈറ്റ് എനർജറ്റിക്കലി ആ ഷിഫ്റ്റ് മസ്കുലൈൻ എനർജിയിൽ അവരുടെ അവേക്കനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. 3Dയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് കാര്യങ്ങളെ മുമ്പോട്ട്, കാരണം ഈ ഒരു ജേർണിയിൽ മേ ബി ഡിലേസ് വരാം, മേ ബി നമ്മൾ റെസിസ്റ്റ് ചെയ്യാം ഈ ഒരു ജേർണീനെ പലപ്പോഴും. മസ്കുലൈൻ എനർജി ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേർണിയിലൂടെ, അതായത് ഓരോ ജേർണിയും യൂണീക്ക് ആണല്ലോ. അപ്പം അവർ ഏതെങ്കിലും മസ്കുലൈൻ എനർജി ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അവർ അവേക്കനിങ്ങിനെ ഒത്തിരി റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഡിലേസ് വരും. ഇവിടെ മനസ്സിലാക്കുക, എത്രത്തോളം അവർ റെസിസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള അവേക്കനിങ് ആയിരിക്കും യൂണിവേഴ്സ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പം അവർക്ക് അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. സെയിം വേ നമ്മൾക്കും, അതായത് ഫെമിനൈൻ എനർജിക്കും മസ്കുലൈൻ എനർജിക്കും ഡിവൈൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രമേ ഈ ജേർണിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഓണായിട്ടുള്ള ഒരു ഡിസിഷൻ, ഫ്രീ വിൽ എന്ന് പറയുന്നത് പെയിനിലിരിക്കാൻ മാത്രമേ, അതും കുറച്ചൊരു സമയത്തേക്ക് മാത്രമേ നമുക്കുള്ളൂ. അത് കഴിയുമ്പം യൂണിവേഴ്സായിട്ട് അവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും സറണ്ടർ ചെയ്തിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക. അടുത്ത പോയിൻ്റ്, നമ്മൾ എത്ര ഹീൽഡാണ്, എത്ര അവെയർനെസ്സിലാണെന്ന് പറഞ്ഞാലും 3Dയിലും കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അത് ഫെമിനൈൻ എനർജി ആണെങ്കിലും മസ്കുലൈൻ എനർജി ആണെങ്കിലും. അപ്പോൾ പലപ്പോഴും പെട്ടെന്ന് ഇല്ലൂഷനിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലൂഷൻ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള മായ തന്നെ. മായ അത്രയ്ക്ക് നമ്മളെ പലപ്പോഴും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ അട്രാക്ഷൻ വരുമ്പോഴൊക്കെയും അവെയർനെസ്സിലിരിക്കുന്ന നമ്മളുടെ സോളിലൂടെ നമ്മൾ നമ്മളുടെ ബോഡിക്കും മൈൻഡിനും ഒരു മെസ്സേജ് കൊടുക്കാവുന്നതാണ്. ഈ ബോഡി സ്ഥിരമല്ല. ഇത് ഈ ഒരു ജന്മത്തിലേക്ക് നമ്മൾ ഇവിടെ വന്നപ്പം, അതായത് ഭൂമിയിലേക്ക് വന്നപ്പം, ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി. അതിലൂടെയാണ് നമ്മളുടെ മൈൻഡിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ബോഡീനെയും മൈൻഡിനെയും ഓപ്പറേറ്റ് ചെയ്യുന്നത് സോളാണെന്നുള്ള ഒരു
റിയലൈസേഷൻ. എല്ലായ്പ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രിഗർ വരുമ്പോഴും അവെയർനെസ്സിലിരുന്നു കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതായത് ഈ ഒരു സോളിൻ്റെ കാര്യം അല്ലെങ്കിൽ ബോഡി ടെമ്പററി ആണെന്നുള്ള ഒരു ഓർമ്മിപ്പിക്കൽ എല്ലായ്പ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്കുള്ളപ്പോൾ ആ ഒരു വൺനെസ്സിൻ്റെ എനർജിയിൽ നമുക്കിരിക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു വൺനെസ്സിൻ്റെ എനർജിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ ഡിവൈൻ മാസ്കുലൈനെ അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ആ ഒരു പോയിന്റിൽ നിന്നും ഒരു സോളിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് രണ്ടു പേരും. ഞാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് എൻ്റെ കൗണ്ടർ പാർട്ടും ചിന്തിക്കുന്നത്. ഓൺലി തിങ് ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഈ ഒരു പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറച്ച് മുമ്പിൽ പോകുന്നത് ഞാനാണ്. അതെൻ്റെ ടാസ്ക് ആയതുകൊണ്ട് ഇനിയൊരു ബോഡിയിലുള്ള ഞാൻ ഇച്ചിരി കൂടെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് എനർജറ്റിക്കലി എന്നുള്ള വിശ്വാസം നമ്മളിൽ എല്ലായ്പ്പോഴും ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു എന്താ പറയുന്നത് യൂണിവേഴ്സിൻ്റെ പ്ലാനിൽ നമുക്ക് വിശ്വസിക്കാനും ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു അഫർമേഷൻ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിൻ്റ് പറയാനുള്ളത് തേർഡ് പാർട്ടി റിലേറ്റഡ് ഇഷ്യൂസാണ്. നമ്മൾക്ക് ട്വിൻ ഫ്ലെയിംസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തേർഡ് പാർട്ടീസാണ് ഈ ഒരു ജേർണിയിൽ. കാരണം DMസിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ നിൽക്കുന്ന ട്വിന്നിൻ്റെ ലൈഫിലായിരിക്കും തേർഡ് പാർട്ടി ഇഷ്യൂസ് കൂടുതലായിട്ട് വരുന്നത്. ഇവർ വരുന്നത് ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മേനെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. രണ്ടാമത്തേത് നമ്മൾ പഠിക്കാത്ത ലെസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും പഠിപ്പിക്കാനായിട്ട്. സോ അവർക്കെപ്പോഴും താങ്ക്ഫുള്ളായിട്ടിരിക്കുക. ഇതെടുത്ത് പറയാനുള്ള കാര്യം നമ്മൾ എത്രത്തോളം ഹീൽഡ് ആണെങ്കിലും പലപ്പോഴും സബ് കോൺഷ്യസ്ലി ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോവർ വൈബ്രേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണിയന് ബ്ലോക്ക് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ജേർണിയിൽ ഒരു കാര്യവും പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് കാർമിക് ട്രിഗേഴ്സ് ആണെങ്കിലും തേർഡ് പാർട്ടി ട്രിഗേഴ്സ് ആണെങ്കിലും ഈവൻ ട്വിൻ ഫ്ലെയിം തന്നിട്ടുള്ള ട്രിഗേഴ്സ് ആണെങ്കിൽ പോലും ഇത് പറയുമ്പം വളരെ ഈസി ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ഈ ജേർണിയുടെ ഭാഗമാണെന്നുള്ള ഒരു അവെയർനെസ്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹീലാവാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ല നമ്മൾ ഇമോഷണലി ഈ കാര്യങ്ങളെ എടുക്കുകയാണെങ്കിൽ പിന്നെയും നമ്മൾ ഹാർട്ട് ചക്രേനെ ബ്ലോക്ക് ചെയ്യും. അടുത്തതായിട്ട് ഇനി പറയാൻ പോകുന്നത് കുറച്ചൊന്ന് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ടും കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈവൻ ഞാൻ ഈ ജേർണിയിൽ വന്നപ്പോഴും കേട്ടിരുന്നത് 5D യൂണിയൻ മാത്രമേ നടക്കത്തുള്ളൂ. അന്നൊക്കെ ആ ഒരു സമയത്ത് യൂണിയൻ നടക്കുമോ എന്ന് ഈ ഗൈഡ്സിനോടോ ഗുരുക്കന്മാരോടോ ഒക്കെ ചോദിക്കുന്നത് പോലും വളരെ തെറ്റായിട്ട്, അതായത് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, ഇത് നിങ്ങളുടെ ജേർണി മാത്രമാണ് ടു ഇവോൾവ് ദ സോൾ. അതായിരുന്നു അന്നൊക്കെ പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന ആൻസേഴ്സ്. അപ്പോൾ മുമ്പോട്ട് വന്നപ്പം പല വേവ്സ് ഓഫ് ട്വിൻ ഫ്ലെയിംസ് വന്നു. ഈ ട്വിൻ ഫ്ലെയിം വേവ്സിനെ കുറിച്ചൊരു വീഡിയോ ഇടാം ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മുമ്പും ട്വിൻ ഫ്ലെയിംസ് വന്നിട്ടുണ്ട് ഭൂമിയിൽ. വലിയ വലിയ മഹർഷിമാരുടെയും അല്ലെങ്കിൽ പത്നിമാർ അവരുടെയൊക്കെ കഥകൾ നമുക്ക് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ പല ആശ്രമങ്ങളിലൊക്കെയും ഉള്ളത് ശരിക്കും ട്വിൻ ഫ്ലെയിം എനർജീസ് ആയിരുന്നു. അവരുടെ പർപ്പസ് ചെയ്തുകൊണ്ടായിരുന്നു മുമ്പോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുമ്പോട്ട് വന്നപ്പം ഇത് ഹ്യൂമാനിറ്റിയിലേക്ക്, അതായത് ട്വിൻ ഫ്ലെയിംസ് എന്തുകൊണ്ടാണ് ഭൂമിയിൽ വളരെ റെയർ ആണെങ്കിൽ പോലും ജന്മമെടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഓൾഡ് സോൾ ആയതുകൊണ്ട് തന്നെ ഹയർ പർപ്പസുമായിട്ടാണ് എന്നൊക്കെ നമുക്കറിയാം. അൾട്ടിമേറ്റായിട്ട് ഇപ്പം ഭൂമിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പം നമുക്കൊക്കെ അറിയാം, പലതരത്തിലുള്ള ചേഞ്ചസ് കോസ്മിക് എനർജീസിൽ പോലും വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ കഴിഞ്ഞു മാസം, പക്ഷേ ഈ ഒരു 2025 എത്ര ഫാസ്റ്റായിട്ടാണ് നമുക്ക്
മൂവ് ആയതെന്ന് നമുക്കറിയില്ല അല്ലേ, അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു. ഇനി മുമ്പോട്ട് വരുന്ന വർഷങ്ങൾ ഇതിലും ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകും. അതായത് അതൊക്കെ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ റീസൺസ് പല ശാസ്ത്രജ്ഞന്മാരും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും എനർജറ്റിക്കലി ഇതൊക്കെയും അസെൻഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് പറഞ്ഞാൽ 2011 തൊട്ട് 2014 വരെ ഇതാണ് ഒരു ഫസ്റ്റ് വേവ്. അപ്പോൾ ഫസ്റ്റ് വേവ്സ് ഓഫ് ട്വിൻ ഫ്ലെയിംസ് വന്നപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹയർ റെലാമിലുള്ള എനർജീനെ അറ്റ്ലീസ്റ്റ് അതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് വേവ്സ് ഓഫ് ട്വിൻ ഫ്ലെയിംസിന് കൊടുത്തിരുന്ന ടാസ്ക് മേജർലി ഉള്ള ടാസ്ക്കാണ് പറയുന്നത്. അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഹ്യൂമാനിറ്റിയിലുള്ള ഈഗോ മൈൻഡ് സെറ്റ്. ഈവൻ ട്വിൻ ഫ്ലെയിംസിലാണെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ്സിൽ കമ്പാരറ്റീവ്ലി ഈഗോ കൂടുതലായിരിക്കും. കാരണം അത് ആ ഒരു പാറ്റേണിൽ DNA പാറ്റേണിൽ വന്ന കാര്യമാണ്. ആ ഒരു ഈഗോനെ അല്ലെങ്കിൽ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കാമാക്കാനുള്ള ഒരു ടാസ്ക്കായിരുന്നു സെക്കൻഡ് വേവ്സ് മേജർലി കൊടുത്തിരുന്നത്. തേർഡ് വേവ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റിനെ ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ആങ്കർ ചെയ്തുകൊണ്ട് യൂണിയൻ എനർജിയിൽ വന്നുകൊണ്ട് അതിനെ എർത്തിലേക്ക് ആങ്കർ ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ് തേർഡ് വേവ്സ് തൊട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ്സിൽ വളരെ റെയറായിട്ടായിരിക്കും യൂണിയൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് വന്നവർ മേ ബി 5D യൂണിയൻ ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതല്ല, അവരവരുടെ എക്സ്പീരിയൻസുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കേൾക്കുമ്പോൾ, നമ്മൾ ഈ ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുമ്പോൾ, നമ്മളുടെ വിസ്ഡത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾക്ക് അലൈൻഡാവുന്നുള്ളൂ. അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വീഡിയോസ് കേട്ടും നമുക്ക് ഒരു പെയിൻഫുൾ കാര്യത്തിലേക്ക് പോയി എൻ്റെ 5D യൂണിയൻ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂണിയനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈന് അത്രയും ഹീലായി കഴിയുമ്പോൾ മാനിഫെസ്റ്റേഷൻ പവർ അത്രയ്ക്ക് കൂടുതലാണ്. നോർമലി നമ്മളൊക്കെയും കേൾക്കാറുണ്ട്, വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ള ഒരു വേർഡ് നമ്മൾ കേൾക്കാറുണ്ട് നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൽ. പക്ഷേ അസെൻഷനിൽ ഇന്നർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് അത്രയ്ക്ക് 10 മടങ്ങോ 100 മടങ്ങോ ഒക്കെ കൂടുതൽ പവറായിരിക്കും നമ്മൾ ആലോചിക്കുന്ന തോട്ടിന് പോലും. സോ നമ്മളുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ 5D യൂണിയൻ മാത്രമേ നടക്കത്തുള്ളൂ, 3D അസാധ്യമാണ്, അല്ലെങ്കിൽ ഹാർമോണിയസ് യൂണിയൻ നടക്കത്തില്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു കാര്യം കേൾക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു ഹോപ്പ്ലെസ്നെസ്സിലേക്കാണ് പോകുന്നത്. അവിടെ പിന്നെയും നമ്മളവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പോയിൻ്റ് പറയാനുള്ളത്, നമ്മളൊക്കെയും ഇൻഡിവിജ്വലായിട്ട് ഓരോ യൂണിക് ജേർണീസിലാണെങ്കിൽ പോലും കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഓരോ വേവ്സ് ഓഫ് ട്വിൻ ഫ്ലെയിംസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് കളക്റ്റീവായിട്ടുള്ള എനർജീസ് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ കോസ്മിക് എനർജീസിൽ വ്യത്യാസം വരുമ്പോൾ പെട്ടെന്ന് പേർജിങ് നടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇഷ്യൂസ്, ഈവൻ നമ്മൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം എനർജി ഡ്രെയിൻ ആവുന്നു എന്നൊക്കെ പറയുന്നത്. സോ ഇത് പാർട്ട് ഓഫ് ദ ജേർണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എനർജീനെ ക്ലെൻസ് ചെയ്യുക. അടുത്തതായിട്ട് ലാസ്റ്റ് പോയിൻ്റാണ്, എല്ലായ്പ്പോഴും ഡിറ്റാച്ച്മെൻറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക 3Dയിലുള്ള ആ ബോഡിയിലുള്ള നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട്. കാരണം അതിൻ്റെ മീനിങ്, ഡിറ്റാച്ച്മെൻറ്റിൻ്റെ മീനിങ് മറന്നു പോവുക ഉള്ളതല്ല. ഒരിക്കലും ഇത് ശിവപാർവതിമാരുടെ ജേർണി ആണെങ്കിൽ പാർവതി ദേവി ഒരിക്കലും ശിവഭഗവാനെ മറന്നു പോകാനായിട്ട് മെഡിറ്റേഷനോ ഇന്നർ വർക്കോ ചെയ്തിട്ടില്ല അല്ലേ. അതേപോലെ തന്നെ രാധാകൃഷ്ണന്മാർ അങ്ങനെ മറന്നു പോകാനായിരുന്നെങ്കിൽ രാധാദേവി മരിക്കുന്നതിന് മുമ്പ് കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോവില്ലായിരുന്നു. അപ്പോൾ ഒരിക്കലും മറന്നു പോകാനല്ല, അവരുടെ ഇന്നർ വോയിസിലേക്ക്, അവരുടെ ആ ഒരു സോൾ കോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെയും ആ ഒരു സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റ് ആവാനായിട്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡിറ്റാച്ച് ആയിക്കൊണ്ട്, കാരണം 3Dയിലേക്ക് നമ്മൾ നോക്കുമ്പം എനർജറ്റിക്കലി അലൈൻഡ് ആവില്ല പലപ്പോഴും നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ
കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തികളെന്ന് പറയാം. കാരണം അവർ കർമ്മ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതായത് സ്പിരിച്വൽ ട്വിൻ ഏതാണോ എനർജറ്റിക്കലി ക്ലെൻസിങ് ചെയ്യുന്നത്, അത് 3Dയിൽ അവർ കാർമിക്സിലൂടെ ക്ലെൻസ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഒരു DFന് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ട്വിൻ ഒരു എക്സ്പെക്റ്റേഷനോടെ 3Dയിലേക്ക് നോക്കുമ്പോഴാണ് ഈ എനർജി ഡൗൺ ആവുകയോ ട്രിഗർ കിട്ടുകയോ ചെയ്യുന്നത്. സോ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക്, ആ ഒരു പ്രവൃത്തികളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ആ ഒരു സെൽഫ് ഹീലിങ്ങിനായിട്ട് ഫോക്കസ് ചെയ്യുക. അടുത്തായിട്ട് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ മീനിങ് ഇനിയൊരു കാര്യത്തോടുണ്ട്. ഈ ജേർണിയുടെ ഔട്ട്കം നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കുക. അതായത് യൂണിയൻ നടക്കുമോ ഇല്ലയോ, യൂണിയൻ നടക്കും എന്നുള്ളത് ഡിവൈൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം. എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഞാൻ എന്നെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്, ഞാൻ എൻ്റെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നും ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പലപ്പോഴും DFs വളരെയധികം ലൈറ്റിൽ നിൽക്കുന്ന DFസിൻ്റെ യൂണിയൻ വൈകാറുണ്ട്. എല്ലാവരുടെയും അല്ല, അതൊരു കർമ്മ ബേസ്ഡ് ആണ്, സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചാണ്. അപ്പം ഇവിടെ ഒരു പക്ഷേ യൂണിയൻ നടന്നില്ല എന്ന് പറഞ്ഞ് എന്നിലെന്തോ എൻ്റെ എനർജിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. നിങ്ങൾ നിങ്ങളുടെ പർപ്പസിൽ ഫോക്കസ് ചെയ്യുക. ആ അലൈൻഡ് ആവേണ്ട സമയത്ത് ആ ഒരു യൂണിയൻ അലൈൻ ആയിക്കോളും എന്നുള്ള അത്രയ്ക്ക് സറണ്ടർ മോഡിലൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ അലൈൻമെൻറ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ അലൈൻമെൻറ്റിലെന്ന് പറയുമ്പോൾ നമ്മളുടെ അത്രയും ഡിവൈൻ അലൈൻമെൻറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ 3Dയിൽ നമ്മൾക്കൊരു ഹാർമോണിയസ് യൂണിയനിലേക്ക് വന്നിട്ട് നമ്മളുടെ കമ്പൈൻഡ് പർപ്പസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻറ്റയർലി ഈ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ യൂണിയന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുക. യൂണിയൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ജേർണിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സോളിൻ്റെ അസെൻഷന് വേണ്ടിയാണ്, നമ്മളുടെ ആ ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യാലിറ്റിയിൽ വരാനായിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് നീണ്ടുപോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, ആൻഡ് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് ഒക്ടോബർ 10 തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, ആൻഡ് റിലേറ്റീവ്ലി ഹീലിംഗ് സെഷൻസിനായിട്ട്, ബേസിക്കലി ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവാം, സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് ആവാം, ഇതിനൊക്കെ ആയിട്ടും ചക്ര ഹീലിങ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.